നമസ്കാരം, ഗ്ലോബൽ മെല്ലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് മലയാളികൾ നാട് വിടുന്നു, അല്ലെങ്കിൽ നാട്ടിലെ മലയാളികളെല്ലാം നാട് വിട്ട് പുറം രാജ്യത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇപ്പോഴത്തെ ഒരു സംസാരം, അല്ലെ അങ്ങനത്തെ ഒരു കൺസേൺ ആണ് പലർക്കും ഷെയർ ചെയ്യാനുള്ളത്. നാടൊരു വൃദ്ധസദനമായിട്ട് മാറുന്നു. ഒരുപാട് യുവത്വം എല്ലാവരും നാട്ടിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നാട്ടിൽ പ്രായമുള്ളവർ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചർച്ചയാണ്, ഒരു ഓപ്പൺ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വൈഫാണ് നീനു, എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ തന്നെ ഒരു ചെറിയൊരു മിനി പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് സാധാരണ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം എന്താണ് നിനക്ക് തോന്നുന്നത്? എനിക്കൊന്ന് ഫസ്റ്റ് പ്ലേസിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈവൻ ഇപ്പം നാട്ടിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ആണെങ്കിലും അന്നേരം ഒരു പാർട്ട് ടൈം വർക്കിന് പോയി അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏൺ ചെയ്യുക എന്നുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് ആരും അക്സെപ്റ്റഡ് അല്ല. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം അതാണ് ഈവൻ ഇപ്പം ഓക്കെ ചില സിറ്റുവേഷൻ കൊണ്ടൊക്കെ ഇപ്പം ഫിനാൻഷ്യലി ബാക്കിലായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഓക്കെ ആരും പറയത്തില്ല. ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കുഴപ്പമില്ല, ഇപ്പം വെൽ സൗണ്ട് ആയിട്ട് ഒരു ഫാമിലി നിൽക്കുന്ന ആൾക്ക് ഓക്കെ എനിക്ക് ഒരു പാർട്ട് ടൈം ജോബ് ഇതിൻ്റെ കൂടെ ചെയ്താലോ, ഒരു കാറ്ററിംഗ് പോയാലോ അല്ലെ വേറൊരു കാര്യത്തിന് പോയാലോ എനിക്ക് കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ പലരും പേരൻസ് ചിലപ്പോൾ സമ്മതിക്കത്തില്ല. നിന്റെ കാശ് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ ഇപ്പം ഞങ്ങൾക്ക് മാനക്കേട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ നോർമലൈസ്ഡ് കാര്യമാണ്. പിള്ളേർ 16 വയസ്സായി കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് ഇവരൊരു പാർട്ട് ടൈം ജോബ് പഠിക്കുന്നതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോബ് ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഒരു ഏൺ ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെ എങ്ങനെ ജീവിക്കണം എന്നറിയാം, എങ്ങനെ സേവ് ചെയ്യാന്നറിയാം, അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സിന്റെ സിസ്റ്റത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു കൊച്ചിനോട് എന്താണ് ഇവിടുത്തെ ടാക്സ് സിസ്റ്റം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടാക്സ് എത്ര % അടയ്ക്കുന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് എനിക്കറിയത്തില്ലെന്ന് പറയും. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ കൂടുതൽ ജോലികൾ ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാശുകൾ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാനാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇപ്പം ഞാനാണെങ്കിൽ തന്നെ നാട്ടിലുള്ള സമയത്ത് വണ്ടിക്ക് ഒരു പെട്രോൾ അടിക്കണം തന്നെ അമ്മ ഒരു 100 രൂപ അല്ലെ അങ്ങനെ ചോദിക്കണം നമ്മൾ. അപ്പം അതിനേക്കാളും ഉപരി ഇവിടെ ഇപ്പം പുറത്തേക്ക് പോകുന്ന ആളുകൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇല്ലേ നമുക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എപ്പോഴും പേരൻസിനെ റിലേഷൻ, പക്ഷെ അതൊരിക്കലും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കൾച്ചർ വെച്ച് അത് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒത്തിരി സ്ട്രഗിൾ ഇപ്പം ഫിനാൻഷ്യലി ഇച്ചിരി നല്ല ബാക്കിൽ നിൽക്കുന്ന നല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അവരുടെ വീട്ടിലൊരാൾ അവരെ കുഞ്ഞിൻ്റെ ഇപ്പം എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ എനിക്ക് നാട്ടിലേക്കായി കൂടുതൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അത് വളരെ നോർമലൈസ്ഡ് ആയതുകൊണ്ട് വേറെ ആരും അതിനകത്തോട്ട് എത്തി നോക്കാനും അഭിപ്രായം പറയാനും വരുന്നില്ല. എന്തിനാ പഠിക്കാൻ പോകുന്ന കൊച്ചിനെ പറഞ്ഞു വിടുന്ന ജോലിക്ക്, അതൊക്കെ ചെയ്യാവോ, കൊച്ചി പഠിക്കേണ്ട പ്രായമില്ല, ആ ചോദ്യങ്ങളൊന്നും ഇവിടെ വരത്തില്ല. അത് മാത്രമല്ല നാട്ടിൽ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇപ്പൊ ഇന്ന ക്ലാസ് ജോലി വൈറ്റ് കോളർ ജോബേ ചെയ്യാവൂ, അല്ലാത്ത ജോലി ചെയ്യുന്നവരെല്ലാം മോശക്കാരാണ് എന്നുള്ളതെല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ തന്നെ പണ്ട് കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരെന്നെ വിലക്ക് പറയുന്നത്. ഞാൻ അതിന്റെ പ്രൈം എക്സാമ്പിൾ ആണ്. അത് വീട്ടുകാരെ കുറ്റം പറയുന്നില്ല, നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ് വീട്ടുകാരുടെ കൺസേൺ. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളകത്തും മറ്റുള്ളവർ ഇടപെടുകയും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിനെ കൊച്ചിലെ തന്നെ നമ്മുടെ ആ ഒരു സ്കില്ലിനെയാണ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്കില്ലിനെയാണ് അടിച്ചു തകർക്കുന്നത്. ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ ലോക്കൽ ചാനലിൽ ന്യൂസ് വായിക്കുമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഓക്കെയാണ്, നല്ലതല്ലേ, നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതായത് വലുതായിട്ട് കാശൊന്നും കിട്ടത്തില്ല, എനിക്ക് മണിക്കൂറിന് ചെറിയ എമൗണ്ട് ആയിരുന്നു കിട്ടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഇനഫ് ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ ആരും നമ്മളോട് ചോദിക്കും ആ മോളിൽ പോകുന്നുണ്ടല്ലോ എത്ര കിട്ടും ന്യൂസ് ചാനൽ വായിക്കുന്നത്. അപ്പം എനിക്ക് സ്പെൻഡ് ആവുന്ന നിയർലി ഒരു 45 മിനിറ്റ് മാക്സിമം സ്പെൻഡ് ആവും, ഒരു ദിവസം സ്പെൻഡ് ആകത്തുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അയ്യോ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും കാശ് കിട്ടുന്നേ ഉള്ളൂ, പിന്നെ എന്തിനാണ് നീ പോകുന്നത് മെനക്കെട്ട്. എന്നാൽ അതേ സമയത്ത് എനിക്ക് അത്രയും കാശ് കിട്ടുന്നുണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്നും എനിക്ക് കിട്ടാത്തടത്ത് ഞാൻ അത്രയും ഏൺ ചെയ്യുന്നുണ്ടെന്നല്ല ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഒരു വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെയുള്ളതിനേക്കാൾ അടിച്ചു താക്കുന്നത്. എന്തിനാ പോകുന്നത്, ഇത്രയും തുച്ഛമായ കാശിനെന്ത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് മോർ ദാൻ ഇനഫ് ആയിരുന്നു. ഞാൻ കോളേജ് സമയത്തുള്ള എൻ്റെ പോക്കറ്റ് മണിക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങൾ കോളേജിൽ ഒരു എക്സ്ട്രാ ഇങ്ങനെ ഓരോ എക്സാം ഫീസ് അങ്ങനെ വരുന്നുണ്ട്, അതൊന്നും എനിക്ക് വീട് ചോദിക്കേണ്ടി വരുന്നില്ല. അതല്ലേ എനിക്ക് അതിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് വൺ ഓഫ് ദ റീസൺ അല്ലേ ആളുകൾ കേരളത്തിൽ നിൽക്കാൻ. പല ആളുകൾ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് തന്നെ പോലും നമുക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നാതിരുന്ന ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ്
ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല കേട്ടോ, ഫുൾ ടൈമിലും വരുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ പക്ഷേ ഈ പറഞ്ഞ നാട്ടിലെ പോലെ തന്നെ സ്കില്ലുണ്ടാവണം, അതിനുവേണ്ടി ഒരു ജോലി കിട്ടി വരാൻ പാടാണ്, നാട്ടിലെ കൂടുതൽ അന്വേഷിക്കേണ്ടി വരും ചിലപ്പോൾ. അതെ, അപ്പൊ നാട്ടിൽ ഈ പറഞ്ഞ ആ ജോലി കിട്ടുന്നത് വരെ ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കും, നമ്മളെ വേലയില്ലപ്പെട്ട സിനിമയിലെ കൊണ്ട് വീട്ടിൽ വെറുതെ ദണ്ടച്ചോറെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയാൻ അങ്ങനല്ല, ഒരു ജോലി പ്രോപ്പറായിട്ട് ഫീൽഡിൽ ഒരു ജോലി കിട്ടുന്ന വരെയാണെങ്കിലും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ നാണക്കേടോ പുച്ചോ ഒന്നും നമ്മൾ കേൾക്കേണ്ടി വരുന്നില്ല. അത് മാത്രമല്ല രണ്ടാമത് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടത് ഓവർ വർക്ക് ലോഡാണ് അല്ലേ. അതായത് നാട്ടിൽ ഈ പറയുന്ന പോലെ പാർട്ട് ടൈമിന് ജോലിക്ക്, പാർട്ട് ടൈം എന്നല്ല, നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോബിന് എവിടെയെങ്കിലും കയറി വെച്ചു, താൽക്കാലികമായിട്ടെങ്കിലും ഒരു കോൾ സെന്ററിൽ കയറി വെച്ചു, അല്ലെങ്കിൽ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ജോലി കയറി വെച്ചു. അപ്പോൾ ഒരുപാട് വർക്ക് ലോഡാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മാസത്തിന് മുമ്പ് ഒരു കൊച്ചു മരിച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഒരുപാട് വർക്ക് ലോഡ് കൊടുത്തിട്ട്. അപ്പോൾ യാതൊരു രീതിയിലുള്ള റെഗുലേഷനും ഈ പറയുന്ന വർക്ക് ലോഡ് കൊടുക്കുന്നില്ല. ഇപ്പൊ നാട്ടിലെ പ്രധാനപ്പെട്ട നല്ലൊരു ഫൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് IT ആണ് അല്ലേ. നല്ലൊരു സാലറി കിട്ടുന്നത് ഇല്ല, ബാക്കി ജോലികൾ ഇല്ലെന്നല്ല, പക്ഷെ എന്തായാലും IT ആണ്. അപ്പം നിനക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടല്ലോ IT വർക്ക് ചെയ്യുന്നത്, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താ തോന്നുന്നത്? എനിക്കൊരു എന്റെ കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൻ IT യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഒത്തിരി ഫാർ ബെറ്റർ ആണ്. പക്ഷെ അവൻ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതും കോവിഡായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അവൻ ഞാൻ രാത്രി വിളിച്ചാലും ഒരു 7 മണിക്കൊക്കെ വിളിച്ചാലും അവൻ എടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ചോദിക്കട്ടെ നീ എന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരു വർക്ക് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, പക്ഷെ അത് അവർക്ക് പ്രാക്ടിക്കൽ അല്ല, കാരണം അവരെ സംബന്ധിച്ച് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അവർക്ക് കൂടുതൽ പ്രൊജക്ട് അനുസരിച്ചിട്ട് പേയ്മെന്റും ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് നമ്മളിപ്പം നമ്മുടെ ഷിഫ്റ്റ് 8 hours ആണെങ്കിൽ അതിന്റെ കൂടെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഞാനിപ്പോ ഓവർ ടൈം എടുക്കേണ്ടി വരത്തില്ലെന്നല്ല, ഇവിടെ ഓവർ ടൈം എടുക്കേണ്ടി വരും. പക്ഷെ ഓവർ ടൈം എടുക്കുന്നതിന് ഡബിൾ പേയ്മെന്റ് അല്ലെ 1.5 അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ സെയിം അവന്റെ പേയ്മെന്റ് നമുക്ക് തരും. അങ്ങനെ ഒരു മര്യാദ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മാനേജർ, ഇപ്പം ഇവിടെ ഞാനിപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, പുള്ളിക്കാർ വന്നു വെച്ചാൽ ഓക്കെ നിങ്ങളിപ്പോൾ നാട്ടിൽ ചിലപ്പം ബ്രേക്ക് എടുക്കാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് വർക്ക് ഫ്രം ഹോമിലുള്ള സമയത്ത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് 30 minutes നിങ്ങൾക്ക് പേ ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനത് എടുക്കാതിരിക്കണം, നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇനി ഷിഫ്റ്റ് കഴിഞ്ഞു, ഇപ്പം 4 o'clock ഷിഫ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 20 minute അല്ലെങ്കിൽ അരമണിക്കൂർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളത് ഇനി ഓവർ ടൈം അപ്രൂവ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലേറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അത് കുറച്ച് ഏർലി ലീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളെ മാനേജറിനെ അത് അറിയിച്ചാൽ മതി. അതായത് അത് അറിയിക്കണം എന്നാണ് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞത്. ഒരു കാരണവശാലും നിങ്ങൾ എക്സ്ട്രാ സ്ട്രഗിൾ എടുത്ത് നിങ്ങൾക്ക് പേ ചെയ്യാത്ത ഒരു അവറിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് ചെയ്തതിനുള്ള തിരിച്ച് സമയമായിട്ടോ അല്ലെ ടൈം ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഓവർ ടൈം പേയ്മെന്റ് ആയിട്ടോ നമ്മളത് വാങ്ങിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഒരു വർക്ക് ലൈഫിലെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് തക്കതായിട്ടുള്ള റെഗുലേഷൻസും അതിന് തക്കതായിട്ടുള്ള കമ്പനികൾ പോളിസികളും ഒക്കെ നാട്ടിലും കൊണ്ടുവരണം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ തന്നെയാണ്. ഒരു ലിമിറ്റിനപ്പുറത്ത് ഒരാളെ വർക്ക് ചെയ്യിപ്പിക്കുക, അവരുടെ വർക്ക് ലൈഫ് ബാലൻസിനെ അതിനുള്ള പേയ്മെന്റും നാട്ടിൽ കിട്ടുന്നത്. ഈ UK അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളുടെയും അവര് ഔട്ട്സോഴ്സ് ചെയ്ത് വർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ്. കാരണം അവർക്ക് എന്തുകൊണ്ടും ഇവിടെ ഇപ്പോൾ ഒരാളെ ഒരു പെർ അവർ എടുത്താൽ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ എടുക്കാം, ഏറ്റവും മിനിമം ആലോചിച്ചാൽ മതി. ഏറ്റവും മുന്നേ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ലെവലുള്ള ഒരു കോൾ സെന്റർ എടുക്കാം. ഇവിടെ ഒരു കോൾ സെന്ററിൽ ഒരാളെ ഹയർ ചെയ്യണം. മിനിമം വേജ് കൊടുത്താൽ, മിനിമം വേജ് പറഞ്ഞാൽ തന്നെ ഒരു 1.5 ലക്ഷം രൂപ ഒരു മാസം. മിനിമം വേജ് കൊടുക്കുവാണെങ്കിൽ ഒരു 1,30,000 1,50,000 മിനിമം വേജ് കൊടുക്കണം. മിനിമം വേജ് കേട്ടോ. നാട്ടിൽ പോവാണെങ്കിൽ എത്ര 30,000 അല്ലെങ്കിൽ 40,000 ഭയങ്കര കൂടുതലാണ്. 10,000 12,000 ഒക്കെയാണ് ഒരു ആവറേജ് കോൾ സെന്ററിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ദിവസത്തെ പേയ്മെന്റ് മതി നാട്ടിൽ 1 month കൊടുക്കാൻ. അത്രയും കുറവാണ് നാട്ടിലെ പേയ്മെന്റ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചൂഷണങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട്. ഇപ്പൊ ആ ജോലി ചെയ്യുന്നവർക്ക് ഡിഗ്നിറ്റി ഇല്ലെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി അത്ര ചീപ്പായിട്ടാണ് നാട്ടിൽ ചെയ്യുന്നത് അതല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസുകളുണ്ട്, നാട്ടിൽ അതിന്റെ എക്സ്പെൻസുകളില്ല. പക്ഷെ അതിനപ്പുറം, അതായത് നമുക്ക് ഈ പറയുന്ന എന്താ പറയുക ഓവർ ടൈം നമ്മളെ പണിയെടുപ്പിക്കുകയും അതുപോലെ കമ്പനിയുടെ പോളിസികൾ ഒട്ടും ഫെയർ അല്ലാതിരിക്കുകയും ചെയ്യുന്ന, ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുകയും, അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് കൂടുതലും നാട്ടിലുള്ളത്. അത് മാത്രമല്ല പേയ്മെന്റിനും മറ്റൊരു കാര്യമാണ്. ഞാൻ നാട്ടിൽ വർക്ക് വന്നപ്പോൾ എൻ്റെ പേയ്മെന്റ് ആദ്യം ഞാൻ ജോലി ചെയ്തപ്പോൾ 6,000 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ പേയ്മെന്റ്. രണ്ടാമത് വന്നത് 12,000 രൂപ. അപ്പൊ ആ സമയത്ത് എൻ്റെ മാനേജർ വന്നിട്ട് ഇതുപോലെ 2,000 രൂപ ബാക്കി തരത്തില്ല. ബാക്കി ഞാൻ ചോദിച്ചു അപ്പൊ പണിയെടുക്കണം, ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റത്തില്ല, ശമ്പളം തരത്തില്ല. ഇവിടെ കൃത്യം 30,000 വർക്ക് ചെയ്യുന്നതിന് മുമ്പ് 27,000 സാലറി വരും. പിന്നെ MNC ഒക്കെ ആണെങ്കിൽ നാട്ടിലും അതേ സിസ്റ്റം. പക്ഷെ ഇവിടെ
ഇവിടെ എല്ലാ കമ്പനികളും അങ്ങനെ തന്നെ. പേയ്മെന്റ് തന്നില്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഗവൺമെന്റ് എടുക്കും. നമുക്ക് എന്താ പറയുക, ലേബർ പ്രൊട്ടക്ഷൻ ആക്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് ഒരു വിഭാഗം മലയാളികൾ, ഒരുപാട് അധികം റീസൺസ് ഉണ്ട്. നമ്മൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ. ഇതൊരു പോഡ്കാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇച്ചിരി എത്ര ലെങ്തി ആയിട്ട് പോകുന്നത്. പക്ഷെ എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അത് വേറൊരു കാര്യം പറയാനാണെങ്കിൽ എന്താ, ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു കാര്യമാണ്. അപ്പം നിനക്ക് തന്നെ എക്സാമ്പിൾ, എനിക്കിപ്പോ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കയറിയപ്പോൾ 30,000 ആയിരുന്നു. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ഞാൻ എടുത്തൊരു S23, അവിടെ നിന്ന് എത്ര നാള് നാട്ടിൽ വർക്ക് ചെയ്താൽ മീൻസ് എനിക്ക് വീട്ടിൽ സപ്പോർട്ട് ചെയ്യണം, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റൽ ഫീ പേ ചെയ്യണം, എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ വലുതായിട്ടൊന്നും കാണത്തില്ല. അപ്പം EMI ഇട്ട് എടുത്താലും അതൊരു സ്ട്രഗിൾ ആണ് എപ്പോഴും, പലപ്പോഴും ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓക്കെ. ഇവിടെ നമുക്ക് അതുപോലെ ചിലവുണ്ട്. ഇപ്പൊ റെന്റിനാണെങ്കിൽ നാട്ടിൽ ചിലപ്പോൾ റെന്റിന് എത്ര ഒരു വീട് ഫ്ലാറ്റ് മൊത്തം എടുക്കുന്നതിന് 10,000-15,000 ആവുമായിരിക്കും. ഇവിടെ അതേസമയം ഇവിടെ വരുമ്പോഴത്തേനും അത് ഒരു ലക്ഷത്തിലേക്ക് എത്തും. പക്ഷെ എന്നാലും നമുക്കത് അഫോർഡബിൾ ആണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ആഗ്രഹമുള്ളൊരു സാധനം, ഇപ്പം നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കണമല്ലോ, അല്ലെ നമുക്കൊന്നും ചിന്തിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കും, ഒന്ന് അറേഞ്ച് ചെയ്താൽ ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് തിരിച്ച് സോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ സാധനവും അഫോർഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഒരു മാക്ബുക്കോ അല്ലെങ്കിൽ മാക്ബുക്ക് ഒന്നും ഞാൻ ആപ്പിളിന്റെ വിരോധിയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന 13 Pro Max ആണ് കേട്ടോ. പക്ഷെ ഞാൻ കടുത്ത ആപ്പിൾ വിരോധിയാണ്. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇതിപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വന്നു ഇവിടെ. ഞങ്ങൾക്ക് പെട്ടെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന TV വാങ്ങിച്ചിട്ട്, ഇപ്പൊ നമ്മൾ ബാക്കി ഈ ഒരു TV ഞങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു, ഞങ്ങൾ വാങ്ങിച്ചു. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ആ മാസം നെക്സ്റ്റ് മന്തുണ്ടായപ്പോൾ നമ്മളത് ഓക്കെ, ഒറ്റ മാസം കൊണ്ട് നമ്മുടെ അത് റോളായി കിട്ടും. അതായത് പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് വാങ്ങിച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതി നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തുകൊണ്ട് കംഫർട്ടബിൾ ആണ് ഈ ഒരു അഫോർഡബിലിറ്റി. നമ്മളൊരു സാധനത്തിന് വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു എഫക്ട് ഇടുന്നത്. നമുക്ക് മൈൻഡ് ഉണ്ട്, നമുക്കത് പ്രോപ്പർ, ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ്. ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ലക്ഷറി കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല, അല്ല കൈ കാശില്ല സേവിങ്സ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. നോർമലായിട്ട് സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ, പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഇവിടെ മോർ ദാൻ ഇനഫാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രൈവസിയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ആദ്യം കാനഡയ്ക്ക് പോകാൻ നോക്കിയാണ്. അപ്പോൾ എൻ്റെ അഡ്മിഷൻ നല്ല ഡിലേ വന്നു. കോവിഡൊക്കെ വന്നിട്ട് ഭയങ്കര സീനായിരുന്നു. അതായത് എനിക്ക് പോകാൻ പറ്റാതെ VFS ഒക്കെ അടച്ചിട്ട് സീനായി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് UK കയറി വന്നത്. ഒരു തരത്തിൽ VFS തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം എൻ്റെ പ്രശ്നം, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നു പോയി. കാരണം ജോലി റിസൈൻ ചെയ്ത് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ് ഫുൾ VFS അടച്ച് ഫുൾ ക്ലോസ് ആയിപ്പോയി. അങ്ങനെ ഒരു 6-7 മാസം വേസ്റ്റായി. എന്നിട്ടും ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാണ് UK ഓപ്പണായി ഞാൻ പെട്ടെന്ന് ഇവിടെ അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ട് വന്നത്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താ മോളെ പോകുന്നില്ലയോ, അയ്യോടാ കഷ്ടമായി പോയില്ല. ഓക്കെ, അവർ ചിലപ്പോൾ നമ്മളോട് കൺസേൺ ഉണ്ടാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാനാണ് ഞാൻ ആഗ്രഹിച്ച് പഠിച്ചിറങ്ങി ഉടനെ ഒരു ജോലി കിട്ടി, ഞാനതൊന്ന് അത് റിസൈൻ ചെയ്ത് പോയി, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. അപ്പം മനുഷ്യനെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് റിയലി ടോർച്ചറാണ്. എനിക്ക് മനസ്സിലാവും അവരവരെ കൺസേൺ കൊണ്ട് സ്നേഹം കൊണ്ട് ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ ചോദിക്കുന്നവരുണ്ട്. രണ്ട് തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ചെയ്യുന്നത് നമ്മളെ ഹേർട്ട് ചെയ്യുക തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയ ഒരു ചോദ്യം, എന്താ മോളെ പോയില്ലേ, പോകുന്നില്ലേ, പോകുന്നതിന് വേണ്ടി ഇത്ര നാളെ എന്താ പോവാത്തെ, അതാ എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുത്ത് ഞാൻ മടുത്ത. മാത്രമല്ല നമ്മളിപ്പം ഈ പറഞ്ഞോട്ട് നാട്ടിൽ നിൽക്കുന്ന ആളുകൾ പഠിച്ചു കഴിഞ്ഞു, ബാച്ചിലേഴ്സ് കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി, ഒരു ബേക്കറി സാധനം എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ തുണി എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത്, പറയും അയ്യോ മോള് ഇത്രയും പഠിച്ചിട്ട്. എന്റെ ചേച്ചി പഠിച്ചു വന്നു കഴിഞ്ഞിട്ട് അവൾ ഒരു ജോലി ഇട്ടത് എനിക്ക് ഓർമ്മയില്ല, റിസൈൻ ചെയ്തിട്ട് എന്തോ വന്നു. അപ്പോൾ ടെമ്പററി ഒരു അടുത്ത ജോലിക്ക് കയറുന്നതിന് 2-3 മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ അത്രയും നാൾ വെറുതെ സമയം കളയണ്ട. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പുതിയ SMC എന്ന് പറഞ്ഞൊരു കട തുടങ്ങി. അപ്പോൾ അവരവിടെ ബില്ലിങ്ങിന് ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ബില്ലിങ്ങിന് ആ 3 മാസം 4 മാസം ഗ്യാപ്പിൽ ബില്ലിങ്ങിന് അവിടെ പോയിരുന്നപ്പോൾ നമുക്ക് അറിയാവുന്ന ആളുകളാണല്ലോ ഈ കാര്യങ്ങളുള്ളവർ മൊത്തം വരുന്നത്. ആകെ സീൻ. മമ്മിക്ക് സമാധാനമല്ല. വീട്ടിൽ വിളിച്ചിട്ട് ഇത്രയും ബിടെക് പഠിച്ച കൊച്ചിനെയാണ് അവിടെ ബില്ലടിച്ചു കൊടുക്കാൻ കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ബോധമാണ്. ആകെ സീൻ. നമ്മൾ ടെമ്പറിൽ ആ സമയം വെറുതെ വീട്ടിൽ ഇരുന്ന് കളഞ്ഞതിനൊക്കെ നന്നായിട്ട് പ്രൊഡക്റ്റീവ് അതായത് നമ്മുടെ ജോലി കയറി. എന്നാലും അമ്പാതിരി ടോർച്ച്, അന്ന് ടോർച്ച് വന്ന് മമ്മിക്കായിരുന്നു. അല്ല അതാ പറഞ്ഞേ, നമുക്കൊരു നമ്മൾ ഫാമിലിയായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെ നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുന്ന തീരുമാനങ്ങളെയോ മാനിക്കാതെ മറ്റുള്ള ആളുകളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു വിഷയത്തിൽ നമ്മൾ തീരുമാനിക്കാം. അല്ലെ ഇപ്പൊ നമ്മൾ മെച്യൂർഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യും. പക്ഷെ അതിന്
ഈവൻ ഓക്കെ നമ്മുടെ റിലേറ്റീവ്സിനും അഭിപ്രായം പറയാം. ഇതിനൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായം പറയുന്നത് തെറ്റുണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ ഡിസിഷനെക്കാളും മുകളിൽ പറഞ്ഞ അത് എടുക്കണം, അല്ലാതെ അങ്ങനെ ചെയ്യണം. നമ്മുടെ ഡിസിഷൻ അകത്ത് കൈയിട്ട് വരവി നശിപ്പിക്കുന്ന ഇടപാടാണ്. അപ്പൊ ഈ ഒരു പ്രവണത ഭയങ്കര ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, എന്താ പറയുന്നത്, ഇപ്പൊ ജോലി കിട്ടിയില്ലെങ്കിൽ ജോലി കിട്ടില്ല, കല്യാണം കഴിച്ചില്ല, എന്താ കല്യാണം പിന്നെ അത് ജോലി കിട്ടിയാൽ കല്യാണം കഴിച്ചില്ല, കുട്ടികളായില്ലേ. അടുത്ത കുട്ടി എന്താണ്? അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു ഒന്നര വർഷമൊക്കെ ആവുന്നുള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പം നിങ്ങൾ എന്തുകൊണ്ട് കുട്ടികളാവുന്നില്ല നമ്മളെ ചോദ്യം ചെയ്യലാണ്. നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആണോ, നമ്മൾ ഫൈനാൻഷ്യലി പ്രിപ്പയർഡ് ആണോ, നമ്മൾ എല്ലാം കൊണ്ട് ഓക്കെ ആണോ? നമ്മൾ ആ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ടൈം സ്പെയർ ചെയ്യണം, അല്ലെ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ നോക്കാനുള്ള മെച്ചൂരിറ്റി നമുക്ക് ആയെന്നൊരു കംഫർട്ടബിൾ, നമുക്കൊരു കോൺഫിഡൻസ് വരണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ദൈവം അനുവദിച്ചാൽ ഭാവിയിൽ എപ്പോഴും നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പം കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്ന കപ്പിൾസ് ഒരുപാട് പേരുണ്ട്, ഇല്ല നമ്മുടെ പരിചയത്തിൽ തന്നെ ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നാട്ടിലാണെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് കുട്ടികൾ വേണ്ടെന്ന് അവർ സ്വന്തമായിട്ട് നല്ല മറുപടി കൊടുക്കും. പക്ഷേ ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. അതാണ് നമുക്കൊരു മര്യാദയുണ്ട്. എൻഡ് ഓഫ് ദ ഡേ അതാണ് നമ്മളെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. നാട്ടിലുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ട്രൈ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ആവാതിരിക്കുന്നവരുണ്ട്. അവരോട് പോയിട്ട് ഒരു ബോധവും ഇല്ലാതെ എന്താ മക്കളെ പിള്ളേരൊന്നും ആയില്ല, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ മതിയോ, അതൊക്കെ എന്താ റോങ് ടോൺ ആണ്. കാരണം അവർ എന്ത് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നത് ഡോക്ടറെ കണ്ടില്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ പോയിട്ട് ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് കൺസേൺ കൊണ്ടാവാം, അല്ലെ കുത്തി നോപ്പിക്കുന്ന വേദന ആസ്വദിക്കാൻ വേണ്ടി സാഡിസ്റ്റ് ആയിട്ടാവാം. രണ്ട് രീതിയിലാണെങ്കിലും നമുക്കൊരു പ്രൈവസി ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പന സ്വന്തം കാര്യം. പക്ഷെ അതിന് ഡീമെറിറ്റ്സ് അതിൻ്റെതായ ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും മെജോറിറ്റി നമുക്ക് എന്താ പറയുക, നമുക്ക് സ്വസ്ഥമായിട്ടൊരു ശ്വാസം എടുത്ത് ജീവിക്കാം. ഈ ഒരു കാരണങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് പാഷന് പുറകിന് പോകേണ്ടവർക്ക്, ഇപ്പൊ ബിടെക് പഠിച്ചു, ഇപ്പം ഡ്രോയിങ് ആണ് ഇഷ്ടം, പ്രോപ്പറായിട്ട് മ്യൂസിക് ആണ് ഇഷ്ടം, അല്ല ഗ്രാഫിക് ഡിസൈൻ ആണ് ഇഷ്ടം, അല്ലെ ഫിലിം പ്രൊഡക്ഷൻ ആണ് ഇഷ്ടം. എന്ത് പാഷന്റെ പുറകിന് പോയാലും എന്താ പറയുന്നത്, നാട്ടിലാണെങ്കിൽ അവൻ ബിടെക് പഠിച്ചിട്ട് സിനിമ എടുക്കാൻ പോയി, മനസ്സിലായി, ആ ഒരു ലൈൻ ഭയങ്കര പ്രശ്നവും. അവര് അതിൽ വിൻ ചെയ്യുന്നോ ഇല്ലയോ, പക്ഷെ അവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ചാൻസ്, അത് കൊടുക്കാൻ സമാധാനം കൊടുക്കുക, അത് അവരവരുടെ ലൈഫിൽ. അപ്പം ആവശ്യമില്ലാതെ, അതും ഈ പിള്ളേരെ അല്ല പ്രഷർ കയറ്റുന്നത്, പേരൻസിനാണ് പ്രഷർ കയറ്റുന്നത്. പേരൻസിന് പ്രഷർ സഹിക്കാൻ വയ്യാതെ പേരൻസ് ആ പ്രഷർ പിള്ളേരിലേക്ക്, അങ്ങനെ ശരിക്കും ഫാമിലി ലൈഫ് സ്ട്രക്ചറിനെ തന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന രീതിയിൽ അത് മാറുകയും അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷറുണ്ട് കുട്ടികൾക്ക്. ഇപ്പം ഇല്ല, നമ്മളെ സംബന്ധിച്ച് അതിൽ ഇപ്പം ഞങ്ങൾക്ക് 28 വയസ്സാണ്. ഇപ്പം നമ്മളും 22, 23, 24 വയസ്സ് ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നിന്നപ്പോഴും ഉണ്ടായ പ്രഷറുകളും നമ്മുടെ കൂട്ടുകാരുണ്ടായ പ്രഷറുകളും എന്തോരം വലുതാണ്. ഇങ്ങനത്തെ ഒരു പ്രൈവസി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം, നാട്ടുകാരെല്ലാം നമ്മുടെ കാര്യത്തിൽ നിന്ന് ഇടപെടുന്ന ഒരു കാര്യം. അപ്പോൾ അത് വൺ ഓഫ് ദ അതർ റീസൺ ആണ്. പിന്നെന്താണ് നമുക്ക് പറയാനുള്ളത്, കുട്ടികൾ കൂടുതലും ഇങ്ങോട്ട് വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഒരു എനിക്കൊന്ന് ഒരു ഫോറിൻ നാട്ടിൽ പോയി, പ്രത്യേകിച്ച് ഗൾഫ് പോലത്തെ രാജ്യങ്ങളല്ല, യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയി നിന്നാൽ ആ കൾച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതി. പിന്നെ എനിക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലാണെങ്കിൽ ഒരു 7 മണി അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കയറി ആരെങ്കിലും ആക്രമിക്കാനൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും അത് രാത്രിയായിട്ട് ഇറങ്ങി നടക്കുന്നു കണ്ടില്ലയോ, ഇങ്ങനെയാണോ വീട്ടുകാർ ഇവളുമാരെ വളർത്തിയിട്ടേക്കുന്നത്, പെങ്കോച്ചല്ലേ, അവള് ശരിയല്ല. പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നീ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാട്ടില് ബീച്ച് കാണാൻ വേണ്ടി രാത്രി 10 മണി 10:15 ഭയങ്കര ആഗ്രഹം, എനിക്കിതുവരെ പോകാൻ പറ്റില്ല. ഇതിന്റെ അതർ സൈഡ് പറയുക, അപ്പൊ ആമ്പിളാരാകുമ്പോ പുറത്ത് പോകാലോ, നമ്മൾ പ്രാന്തം മുത്ത് എന്ന് ഞങ്ങൾ മിക്കവാറും പോകാറുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കടലുണ്ട്. അപ്പോൾ കടൽ കാണാൻ അവിടെ പോയി ഞങ്ങൾ വിളിക്കൊക്കെ ഇരുന്ന് വർത്താനം പറയും. ചുമ്മാ രസം. നമ്മളെക്കുറിച്ച് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമല്ലോ, വെള്ളം ഒടിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. നമ്മൾ പോയിരിക്കുക, നമ്മൾ കഥ പറയും. ഞങ്ങൾ മിക്കവാറും താത്വികമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് അല്ല അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം നമുക്കിതൊരു ഫണ്ണാണ്, നമ്മുടെ ലൈഫിലെ വൺ ഓഫ് ദ ചെറിഷിങ് മൊമെന്റ്സ് ആണ്. അപ്പം പോലീസുകാർ വന്നു നിർത്തി, എന്താ അവിടെ ദേഹം തപ്പുന്നു, എന്താ ഇറങ്ങിപ്പെടാ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് ഇതിന്റെ പ്രശ്നം, ഒരു കോമൺ സ്ഥലമല്ലേ, അവിടെ രാത്രി വന്ന് നിൽക്കുന്നുള്ള ആ സമയം എന്നുള്ള ആ ക്യൂൻ സിനിമയ്ക്കകത്ത് പറഞ്ഞ പ്രശ്നമാണ്. പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടുത്തെ പോലീസും നാട്ടിലെ പോലീസും നമ്മള് ഇവിടെ ഒരു തവണ ഞാൻ നീ കംപ്ലീറ്റ് ചെയ്തു, ഞങ്ങൾ ഒരു തവണ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്റെ ഫ്രണ്ട്സുമായിട്ട് വരും. അപ്പം ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു 1 hour ട്രാവൽ ഉണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി എടുത്ത് വന്ന വഴിക്ക് ഒരു പോലീസിന്റെ ഫ്രണ്ട് വന്നിട്ട് മറ്റേ പുള്ളിയാൻ പറഞ്ഞിട്ട് മറ്റേ സിഗ്നൽ ഇട്ട് നിന്നു. ഞങ്ങൾ വണ്ടി എടുത്തപ്പം ഞങ്ങളുടെ പോലീസുകാരൻ വന്നിട്ട് പുള്ളിക്കാരൻ ഞങ്ങൾ ഡോർ കൊടുത്തു.
പുള്ളിക്കാരൻ വന്ന് ലിറ്ററലി ആ റോഡിന്റെ സൈഡിൽ ഞങ്ങളുടെ കാറിന്റെ സൈഡിൽ മുട്ട് കുത്തിയുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞു ഇത് പുള്ളിക്കാർ അവരുടെ റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ട്, അപ്പം ഇത് റെക്കോർഡ് ചെയ്യുവാണ്, നിങ്ങൾ പാനിക് ഒന്നും ആവണ്ട. അതായത് വളരെ സോഫ്റ്റ് ആയിട്ട്, അതായത് ഞങ്ങളെ വണ്ടിയിൽ എന്തോ ഞങ്ങൾ 5 സീറ്ററായിരുന്നു പോയത്, അതിനകത്ത് 8 പേര് എങ്ങനെ ഉണ്ടെന്നോ കംപ്ലൈന്റ് വന്നു. അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശം വന്നതായിരിക്കും ബേസിക്കലി, പക്ഷെ അവർ പറഞ്ഞ റീസണാണ് ഞങ്ങൾ 5 പേരുടെ 5 സീറ്ററിനകത്ത് 8 പേരുണ്ടെന്ന് ഒരു കംപ്ലൈന്റ് ഞങ്ങൾക്ക് വന്നു നിങ്ങളുടെ വണ്ടിയെ പറ്റി. ഞങ്ങളത് ചെക്ക് ചെയ്യാൻ വന്നത്. എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ട് കാമായിട്ട് വന്ന് ലിറ്ററലി കഥ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ റോഡിൽ മുട്ട് കുത്തിയിരുന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈമാണ് അത്. അത്ര പൊളൈറ്റല്ല. എനിക്ക് അതിപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ ഒരു പോലീസുകാർ, എനിക്ക് പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ എന്താണെന്ന് അറിയില്ല, ഒന്നും ഇല്ലതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. അല്ല, ഇതിനകത്ത് വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ ബോയ്സിലുണ്ടല്ലോ, ബോയ്സിന്റെ കായംകുളം ബോയ്സിന്റെ ഫ്രണ്ടില് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നമുക്ക് 8:30 എൻ്റെ ഓർമ്മ, കുറച്ച് വർഷങ്ങളായല്ലോ, എത്ര വർഷമായി, 10, 14, 15 വർഷമായി. അപ്പോൾ ആ സമയത്ത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന 8:30 ആണെങ്കിൽ നമ്മൾ 8 മണിക്കും 8:30ക്കും ഫുട്പാത്തിൻ്റെ അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ചൂരിൽ വെച്ചടിക്കും. എന്തിന്? അവിടെ നിനക്ക് അറിയത്തില്ലായിരിക്കും, പെൺപിള്ളേരധികം അവിടെ നിൽക്കാറില്ല. കാരണം ആമ്പിള്ളേർ വർത്തമാനം പറഞ്ഞ അവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ രാവിലെ 8 മണിക്കും 8:30ക്കും ഇടയ്ക്ക് നമ്മൾ ഫുട്പാത്തിൽ നിന്നാൽ വന്ന് ചൂരിലെടുത്തടിക്കും. ചൂരില്ല, മറ്റേ ലാത്തിയല്ല, ചൂരിലുകൊണ്ടാണ് വരുന്നത്. ചൂരിലുകൊണ്ട് അടിക്കും. എനിക്ക് ഒരു പ്രാവശ്യം അടിക്കണം, പോലീസുകാരുടെ ജോലി പോയി. ഇവിടെ അടിച്ചാൽ പോലീസുകാരുടെ ജോലി പോയി. ചൈൽഡ് അബ്യൂസാണ്, ചൈൽഡ് അബ്യൂസാണ്. അത് എന്തൊരു മര്യാദകളാണ്. സെന്റ് മേരീസിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്, ഓക്കെ, വായനൊക്കെ പോകുന്ന പിള്ളേരുണ്ടോ, അത് ആ ഒരു പ്രായത്തിൽ. ഇവിടെ പിള്ളേർക്ക് ഡേറ്റിങ്ങിന് പോയില്ലെങ്കിൽ പേരൻസ് പറയും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള. പക്ഷെ ആ ഒരു ടോപ്പിക്കിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് നമ്മുടെ പോലീസുകാരാണെങ്കിൽ പോലും നമ്മളോടുള്ള അപ്രോച്ചിങ് രീതി, ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ. എനിക്ക് നാട്ടിൽ ഫീൽ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല, കുറേ ഒരു വിഭാഗം ആൾക്കാർ അവർ മറ്റേ നമ്മളൊരു നോർമൽ മറ്റേ ഫുഡ് സൈക്കിൾ പറയുമ്പോൾ മനുഷ്യനാണ് അതിന്റെ ടോപ്പ് എന്ന് പറയുന്ന പോലെ, ഇപ്പം മൃഗങ്ങളുടെ എല്ലാത്തിലും മനുഷ്യനാണ് ടോപ്പ് എന്ന് പറയുന്ന പോലെയാണ് അവരുടെ ഒരു ഫീലിംഗ് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ഒരു വിഭാഗം ആൾക്കാരാണ്, അവരാണ് സുപ്പീരിയർ. പോലീസ് പറഞ്ഞ പോലീസ് നിനക്ക് എന്ന് വിളിക്കാം, ഡാ പോള. ഇവിടുത്തെ പോലീസ് നമ്മൾ വിളിക്കുന്ന നമ്മളെ പേര് അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് തെളിവുകളുണ്ട്, അല്ല നമ്മുടെ കയ്യിൽ തോക്കുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള ആളുകളാണെങ്കിൽ വളരെ മാന്യമായിട്ടാണ് നമ്മളോട്. നാട്ടിൽ പോലീസ് കൈ കാണിക്കുമ്പോ ഇങ്ങനെ ഇതിനകത്ത് സെന്റ് മേരീസ് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പഠിച്ച സ്കൂളിലെ ആമ്പിള്ളേർ അതുവഴി നടക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് എൻഡ് ഓഫ് ദ ഡേ അത് ഒരു വായ്നോട്ടം ലൈനാണ് പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇത്രയും പ്രായമായി, ഇത്രയും വർഷങ്ങൾക്കപ്പുറം നമ്മൾ മെച്ചുവേർഡായിട്ട് അതിനെ തിരിഞ്ഞു നോക്കുമ്പം അതുവഴി ആമ്പിള്ളേർ 4 മണിക്കാണ് സ്കൂൾ വിടുന്നുണ്ടെങ്കിൽ 4 മണിക്കും 4:30ക്കും ആമ്പിള്ളേർ കൂട്ടം കൂടി അവിടെ നിൽക്കുവാണെങ്കിൽ പോലീസുകാർ വന്നിട്ട് ചൂരിലെടുത്തടിക്കും. എന്ത് റോങ് ആണ്? അതങ്ങനെ നിൽക്കാൻ പാടില്ലെന്ന് ലെജിസ്ലേഷൻ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളും വല്ലതും വന്നത്? ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ കൂട്ടർക്ക് ഒത്തിരി പേർക്ക് നല്ല രീതി അല്ല, നമ്മുടെ കൂട്ടർക്ക് കുറെ ആളുകൾക്ക് ഇപ്പൊ അടി മേടിച്ചിട്ടാണ് പോകത്ത്. നമ്മൾ പോകണ്ട അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ അടി കൊണ്ട് ഈ തൊടഭാഗമൊക്കെ പൊട്ടിയ ആളുകളുണ്ട്. ചൈൽഡ് അബ്യൂസ്. ഒരു പരിചയമില്ലാത്ത പോലീസുകാർ വന്നിട്ട് ഏതോ റാൻഡം പിള്ളേരെ ചൂറിൽ വെച്ച് അടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനകത്തുള്ള വിരോധാഭാസം. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ, അത് മാത്രമല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അത് ഇടിയായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സോഷ്യൽ സിറ്റുവേഷൻ ഉള്ളപ്പോൾ ആളുകൾ മടുക്കും, അല്ലെ? പ്രത്യേകിച്ച് കുട്ടികൾ, പുതിയ തലമുറ മടുക്കും. അവര് അതുപോലെയാണ് പറയുന്നത്. എനിക്ക് കാര്യം ഇതിന്റെ അടിയാനും ഡിഫറെന്റ് ആണ്. എന്നാലും ഡ്രസ്സിങ്ങിന്റെ കാര്യം, അത് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ ജീൻസിന്റെ ടോപ്പ് ഇടുന്നത്, ഷോർട്ട് ടോപ്പ് ഇടുന്നവർ. ഞാൻ 4 വർഷമാണ് യു കെ. 4 വർഷം മുമ്പ് ഞാൻ കോളേജ് സമയത്ത് ഞാൻ ഇടുമായിരുന്നു, കോളേജ് പോലും. ഞങ്ങളുടെ ഏരിയ വളരെ കുറച്ച് പേരെ എടുത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു നിയർലി ഒരു 15-20 മിനിറ്റിലോട്ട് ഒരു സൈഡിലുള്ള ബസ് സ്റ്റോപ്പിലോട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നോർമലി ഇപ്പോൾ കൊച്ചാമ്പിളരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരാരും നമ്മളെ നോക്കത്തില്ല, അവർക്ക് ഒരു സീനും ഇല്ല നമ്മൾ ജീൻസിന്റെ ഒപ്പം ഇടുന്നത് തന്നെ. ചില പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ട്, അമ്മാവന്മാരൊക്കെ ഉണ്ട്. അത് അവരൊക്കെ മറ്റേ സാരി എടുക്കുന്ന ഇത്തരം വയറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയായിരിക്കും സാരി എടുക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, സാരി അല്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഞാൻ ജീൻസും ടോപ്പ് ഇട്ട് എൻ്റെ ഒന്നും എങ്ങും കാണത്തില്ല. ഇത്രയും കാര്യമുള്ള ടോപ്പ് ആയിരിക്കും ജീൻസും ടോപ്പ് ഇട്ടിട്ട് നമ്മളെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഞാനൊരു നോട്ടവാ. എനിക്കത് കേൾക്കാതെ ഒരു ശരിക്കും ആ പൊന്നോടിക്ക് എന്നെ അറിയാവുന്നവരാണ് എല്ലാവരും. എന്നാൽ ഒരു മോശമായിട്ടൊരു ആമ്പിളാർ നോക്കത്തില്ല, നമ്മളെ കമന്റ് അടിക്കത്തില്ല, നമുക്ക് അറിയാവുന്നവരാണ്. പക്ഷെ ഈ പ്രായമായിട്ട് നോട്ടം എന്നെ ആ റോഡിന്റെ അവരുടെ വീടിന്റെ ഫ്രണ്ട് ഇരിക്കുവാണെങ്കിൽ, റോഡ് സൈഡിലാണെങ്കിൽ അവരുടെ കണ്ണിന്റെ ആ സൈഡ് എത്തുന്നിടം മുതൽ ഇപ്പോഴും വരെ നമ്മളെ നോക്കി വിടും. എന്നിട്ടൊരു ഓരോന്ന് തുണി
ഇല്ലാതെ നടന്നാൽ പോലും ആർക്കും പ്രശ്നമില്ല. അതുകൊണ്ട് എന്താ മലയാളികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ ഫ്രീഡമാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ക്ലോത്തിങ് ഇടുന്നു, ഇപ്പൊ ഷോർട്ട് ഡ്രസ് ഇടുന്നു, പ്രോപ്പർ നാട്ടിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഷോർട്സ് ഇടുന്നു. നാട്ടിലെങ്ങാനും പോയി ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ഷോർട്സ് ഒക്കെ ഇട്ട് ഇറങ്ങി നടന്നത് അടിപൊളി. നാട്ടിലൊക്കെ ഇറങ്ങി നടന്നത് എന്തായിരിക്കും അവള് അടക്കുന്നുണ്ട് അവള്. അപ്പൊ ദുഷ്പേരുണ്ടാവുക അല്ലേ, നാട്ടിൽ മോശം പറഞ്ഞ് പരത്തുക. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സോഷ്യൽ കൾച്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ആളുകൾക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് പോകണം. എനിക്കൊന്ന് ബാംഗ്ലൂരോ അല്ലെ ചെന്നൈയോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇഷ്യൂസ്, ഐ മീൻ ഇപ്പൊ ഇവൻ കൊച്ചി പോയാൽ പോലും ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ പണ്ടാരോ കമന്റ് ഇട്ടോട്ട് ഇവര് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ഗ്രാമങ്ങളിൽ നിന്ന് വന്നവർക്ക് അവരുടെ എന്താ ഗോത്രവസ്ത്രമായ മുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് നമുക്ക് പിന്നീട് റിയാക്ട് ചെയ്യാം. നമുക്ക് അതൊരു വീഡിയോ തന്നെ ആക്കാമല്ലേ, നമുക്ക് കമന്റുകളിലെ അപ്പൊ അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഗ്രാമത്തിലൊന്നുമില്ല, ടൗണിലാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലാത്തൊരു ലെവലിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രിവെയിലിംഗ് ആണ്. അത് മാറി വരുന്നുണ്ട്. പക്ഷെ ആ മാറി വരുന്നതിന് ഉള്ളിൽ തന്നെ ആളുകളെല്ലാം നാട് കിടക്കും ഇല്ലേ. ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. പിന്നെ അവിടെ ഇവിടെ ഇല്ല ഒരേപോലുള്ള ഒരു സാധനമേ ഉള്ളൂ, പിന്നെയും അത് പിന്നെ ഇവിടുത്തെ ഇംഗ്ലീഷുകാരും പറയാറുണ്ട്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾ എന്താ പറയുന്നത് നാട്ടിൽ നിന്ന് പോരുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് കവറാക്കി നിന്നു. അപ്പം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇത്രയൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങി. ഇനിയും പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതലെടുക്കാം. നോർമലായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി വെക്കാറുണ്ട് പോയിന്റുകൾ, ഇത് കൂടുതൽ പറയാനുണ്ട്. പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരൊറ്റ ഫാക്ടർ കൊണ്ട് മാത്രമാണ് ആളുകൾ പോകുന്നത് പറയാൻ പറ്റത്തില്ല. പലർക്കും പലതായിരിക്കും. പിന്നെ ഇതിലൊക്കെ ഉപരി നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ ഒരു എക്സ്പ്ലോഷർ കിട്ടുന്നുണ്ട്. മെയിൻ കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പേരൻസ് കൂട്ടിലടച്ചാണ് വളർത്തിയത്, എനിക്ക് ഒരു സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി പോകുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള രാജ്യങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കൂട്ടിലടച്ചിടാൻ ആരുമില്ല. അതുപോലെ കഴിഞ്ഞ സബീസ് പറഞ്ഞ പോലെ മറ്റേ ഒരു പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞത് അമ്മായിമ്മ രക്ഷപ്പെടാം, വേറെ കാര്യം ടോർച്ചർ നാത്തും പോരും അമ്മായി പോരും അങ്ങനെ ഇവര് അമ്മ പോലുള്ള അമ്മ പപ്പം പോലുള്ളവർ പേരൻസിന്റെ കയ്യിൽ പോലുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വരുന്നവരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് അല്ലേ, ഒരുപാട്. അത് മാത്രമല്ല മെഡിക്കൽ പരമായിട്ട് എന്താ പറയുന്നത് അങ്ങനെ വന്നവരുണ്ട്. അതായത് നാട്ടിലെ ട്രീറ്റ്മെന്റ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ ഇവിടെ UK വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവേർഡ് ആയതുകൊണ്ട് ഇച്ചിരി ഡിലേ ആണെങ്കിലും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് എത്ര വലിയ സർജറി ആണെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനത്തെ കുട്ടികളുടെയൊക്കെ എന്താ പറയുക അല്ലെ പാർട്ണറിനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ നേഴ്സുമാരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെ എഫേർട്ട് ഇട്ട് IELTS എടുത്ത് പഠിച്ച് ഇവിടെ വന്നിട്ട് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. സോഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ ഇതും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ആലോചിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ പോയിന്റ്സുകൾ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് UK വരാൻ തീരുമാനിച്ചത്, അല്ലെ എന്ത് കാരണമാണ് നിങ്ങൾ അതിനെ പ്രചോദിപ്പിച്ചത് എന്നുള്ളത് വരിക. നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോക്കകത്താണെങ്കിലും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോക്കടിയിലും നമുക്ക് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നടത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ നല്ല പോഡ്കാസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഒരു ഓപ്പൺ ഡിസ്കഷനായിട്ട് വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി വരണമെന്നുണ്ടെങ്കിലും എന്ത് ടോപ്പിക്കായിട്ട് വരണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ അതിൻ്റെ വളരെ ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.